വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ വിത്ത് ലവ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോമില് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കോഫി ഫേഷ്യൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫാമിലി. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നുള്ള വെച്ചാൽ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ഫാമിലി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ കോഫി ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എന്റെ വീഡിയോന്റെ ഇൻട്രോ എടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ആകെപ്പാട് മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ ഫേസിലൊരു ഐലൈനർ എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതാട്ടോ ഞാൻ മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ അന്ന് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ഒരു ലൈവ് എക്സാമ്പിൾ ആണ്. എന്റെ ഫേസിലുള്ള ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ്. അതിനുള്ള ലൈവ് എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. കാരണം ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വിസിബിൾ ആണെന്നുള്ളത്. അപ്പോ നമുക്ക് അധികം വൈകാതെ തന്നെ നല്ല എന്താ പറയാ ഫസ്റ്റ് ടൈം ഇട്ടപ്പോ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പൊ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്, ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാണല്ലോ. പിന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിന് സംസാരിക്കുന്നില്ല, നമുക്ക് വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ അതിലേക്ക് കോഫി ആഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ അതിൽ ആഡ് ചെയ്തു. ഞാനത് ഇൻസ്റ്റന്റ് അല്ല, ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ല ആഡ് ചെയ്തിട്ട് നോർമലായിട്ട് കോഫി പൗഡറാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് പതഞ്ജലിയുടെ അലോവേര ജെല്ല്, പതഞ്ജലിയുടെ തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അതേ ആഡ് ചെയ്യാം. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ, അല്ലാച്ചാൽ ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് 1 ടേബിൾ സ്പൂൺ ഓഫ് പതഞ്ജലി അലോവേര ജെല്ലാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു സ്പൂണില്ല, ഒരു 1/2 സ്പൂണോളം റോസ് വാട്ടർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിതിൽ എന്താ പറയുക ആകെ 2-3 തുള്ളി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ 2-3 തുള്ളി ഞാൻ ഒഴിക്കുക ചെയ്തത്. കാണുമ്പോൾ 2 സ്പൂൺ പോലെ തോന്നുമെങ്കിലും ഞാനൊരു 1/2 സ്പൂണിൻ്റെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടർ പോലത്തെ കൺസിസ്റ്റൻസി ആവും. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലെൻസർ, നമ്മൾ ഫേസ് വാഷ് എന്നൊക്കെ പറയില്ല, അതുപോലെ ക്ലെൻസറായിട്ട് നമ്മൾ നമ്മുടെ കോഫി ഫേഷ്യലിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമുക്ക് സ്ക്രബ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഞാനൊരു ബൗളെടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ യൂസ് ചെയ്യണം. ഞാൻ എല്ലാത്തിലും കോഫി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ഫേഷ്യൽ തന്നെ കോഫി ഫേഷ്യൽ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്താ പറയുക കോഫി പൗഡർ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് കേട്ടോ ആഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏജൻ്റ് ആണ്. പിന്നെ അതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോയുടെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് ടൊമാറ്റോ ജ്യൂസ് സ്യൂട്ടബിൾ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യണമെങ്കിൽ പാൽ ആഡ് ചെയ്യാം, കേട് ആഡ് ചെയ്യണമെങ്കിൽ കേട് ആഡ് ചെയ്യാം, അല്ല കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനാണ് ഇഷ്ടം അത് അങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് കേട്ടോ അതിൽ ഏതാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ടൊമാറ്റോ കൊണ്ട് എന്താ പറയുക വേറെ അലർജിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുൾട്ടാനി മിട്ടി ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. മുൾട്ടാനി മിട്ടി ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലാച്ചാൽ നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ല ചെറുപയർ പൊടി വേണമെങ്കിൽ ചെറുപയർ പൊടി ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫിയിലേക്ക് നമ്മൾ എന്താ പറയുക ഒരു ലിക്വിഡ് ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വെള്ളമായിട്ട് പോവും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ ബേസ് ആയിട്ടാണ് ഞാൻ മുൾട്ടാനി മിട്ടി ആഡ് ചെയ്തത്. പിന്നെ ഞാനത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹണിയാണ് കേട്ടോ. ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ എന്താ പിമ്പിൾസ് വരാണ്ടിരിക്കാനൊക്കെ ഒരു ലിമിറ്റ് വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് ഹണി. അപ്പോൾ ഞാനിത് ഹണി ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പാക്കിന് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. നമ്മുടെ കോഫി പൗഡർ, ഹണി, പിന്നെ മുൾട്ടാനി മിട്ടീൻ്റെ പകരം നിങ്ങൾക്ക് ഏത് ഒരു ബേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഫേഷ്യൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യണത് ഇത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ടാണ് കേട്ടോ ക്ലെൻസ് ചെയ്യണത്. അങ്ങനെ അപ്പോൾ ഞാൻ ക്ലെൻസർ ഫേസ് ഫുള്ള് ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു രീതിയിൽ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത്. നോർമൽ നമ്മളിങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക കയ്യിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ
എന്താ പറയുക പതപ്പിച്ചിട്ടല്ലേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ ടീ സോൺ പോലത്തെ ഏരിയയിലൊക്കെ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ 60 സെക്കൻഡ്സ് വേണം കേട്ടോ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. 60 സെക്കൻഡ്സിൻ്റെ കൂടുതലും പോകണ്ട, 60 സെക്കൻഡ്സിൻ്റെ കുറവും പോകണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 60 സെക്കൻഡ്സ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ഡിഫറൻസ് തന്നെ നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ ഞാൻ നമ്മൾ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ 60 സെക്കൻഡ്സ് ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നല്ല ഹാർഷായിട്ട് മസാജ് ചെയ്യണ പോലെ തോന്നും, പക്ഷേ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മസാജ് ചെയ്യണേ. ഞാൻ എന്നിട്ട് കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ അല്ല യൂസ് ചെയ്തത്, ഞാൻ നോർമൽ കോഫി പൗഡറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അതിൽ ചെറിയ ചെറിയ ഗ്രാനുവൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഹേർട്ട് ചെയ്യണ പോലെ തോന്നി. അതുകൊണ്ടായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് റബ്ബ് ചെയ്തേ. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ നോക്കിയിട്ടാണല്ലോ നമ്മൾ നമ്മുടെ ഫേസിൽ ഓരോന്ന് അപ്ലൈ ചെയ്യുക. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം നമ്മളൊരു വീഡിയോ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫേസിൽ ഇതിട്ട് പിന്നെ അത് പോസ് ചെയ്ത് വാഷ്റൂമിൽ പോയി ഫേസ് വാഷ് ചെയ്ത് തിരിച്ച് വരിക, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെടായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ 3 ബൗളിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഫേസൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് എന്താ പറയുക ടിഷ്യൂ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് എന്താ പറയുക ആ അപ്ലൈ ചെയ്ത ക്ലെൻസർ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലത്തെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും അതുപോലെ എന്താ പറയുക വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനും അതുപോലെ ഈ പാടുകൾക്കൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ലൈറ്റൻ ചെയ്യണ ഒരു എഫക്റ്റൊക്കെ ആട്ടെ എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം തന്നെ എന്താ പറയുക എൻ്റെ ഒരു ഫേസിൻ്റെ ആ ഒരു ഗ്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫേസിലത്തെ വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ചെയ്യണേ. അപ്പം നിങ്ങൾക്കിത് എന്താ പറയുക ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഒരു വാഷ് ബേസിൻ്റെ അടുത്ത് പോയി ഫേസ് ഒന്ന് കഴുകിയിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഏതൊരു ക്ലോത്താണ് ഫേസിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുത്തിട്ടൊന്ന് ഡാബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ് നോക്കി ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്നെസ് വന്ന പോലെ അതുപോലെ ഒരു ഫ്രഷ്നെസ് വന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എന്തോ എന്താ പറയുക എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രബിൽ ആഡ് ചെയ്തത് ഞാൻ ഒന്നുകൂടി ഇൻഗ്രീഡിയൻസ് പറയാനായിട്ട് സ്ക്രബിൽ ആഡ് ചെയ്തത് പഞ്ചസാര അതുപോലെ കോഫി പൗഡർ പിന്നെ ടൊമാറ്റോൻ്റെ ജ്യൂസാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത്. നമുക്ക് ഏത് ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഫേസിന് ഏതാണോ കംഫർട്ട് വെച്ചാൽ അതാണ് നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ നമ്മുടെ സ്ക്രബ് ആദ്യം നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നോസിൻ്റെ ഏരിയ അതുപോലെ ലിപ്പിൻ്റെ താഴത്തുള്ള ഏരിയ അവിടെയൊക്കെയാണ് കേട്ടോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ആയാലും ശരി വൈറ്റ് ഹെഡ്സ് ആയാലും ശരി കൂടുതലായിട്ട് ഉണ്ടാവുക ആ ഒരു ഏരിയയിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ അതും പോരാണ്ട് നമ്മുടെ നെക്കിലും കൂടി അത് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് മൈൽഡായിട്ട് വേണം കേട്ടോ സ്ക്രബ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നോസിൻ്റെ ഏരിയയും അതുപോലെ താഴത്തെ ഏരിയയ്ക്കും വേണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്ലോയിൽ വേണം സ്ക്രബ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ മാത്രമാണ് കേട്ടോ വീക്ക്ലി ട്രൈസ് ചെയ്യാൻ. അതിൽ കൂടുതൽ നമ്മൾ സ്ക്രബോ കാര്യങ്ങളോ ഇങ്ങനെ പറയാം ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്, അത് പൊട്ടയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻറ്റ് പൗഡറിന് എന്താ പറയുക നോർമൽ കോഫി പൗഡറിന് പകരം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ക്രബ് ചെയ്യാനെങ്കിലും സ്ക്രബ് ചെയ്യണ ഒരു പേസ്റ്റിലെങ്കിലും നോർമൽ കോഫി പൗഡർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൗഡറാണ്. അപ്പോൾ അത് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടില്ല. പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് വരുമ്പോഴേക്കും മെൽറ്റ് ചെയ്ത് പോവും. അതുകൊണ്ട് നമ്മൾ നോർമൽ കോഫി പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഗ്രാനുവൽസ് അതിൽ നിൽക്കും. അപ്പോൾ അത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്കും ഒക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു സ്ക്രബ് നമുക്ക് നമ്മുടെ ലിപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ലിപ്പിലത്തെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ യൂസ് ചെയ്യണ സ്ക്രബാണ്, അത് ലിപ്പിലിടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കത് നമ്മുടെ ലിപ്പിലും യൂസ് ചെയ്യാം. ലിപ്പിലത്തെ ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ പോകാനും, അതുപോലെ ലിപ്പിൽ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനൊക്കെ ഈ സ്ക്രബ് യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ നോസിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ആ ഒരു സൈഡിൽ വേണ്ട നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കാരണം അവിടെയാണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും ഉണ്ടാവാനുള്ള ചാൻസസ് അവിടെയാണ്. അപ്പോൾ നമ്മുടെ നോസിലാണ് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞ് കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റിൻ്റെ അടുത്ത്, 5 മിനിറ്റ് ഇല്ല, ഒരു 3 to 4 മിനിറ്റ്സ് ഞാൻ എൻ്റെ ഫേസ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വാഷ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ച പോലെ തന്നെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അത് വാഷ് ചെയ്യണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ റബ്ബ് ചെയ്തെടുക്കുകയാണ് അവിടെ ചെയ്യണേ. അപ്പം അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഈ പുറമെ പോയി കഴുകി വന്നിരുന്ന് അപ്പം അതിനൊക്കെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ അപ്പം നമ്മൾ ചെറിയ ഒരു എന്താ പറയുക വെറ്റായിട്ടുള്ള ടിഷ്യൂ കൊണ്ട് ആണ് നമ്മുടെ സ്ക്രബ് റബ്ബ് ചെയ്തെടുക്കണത്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിലൊരു ഗ്ലോ ഫീൽ ചെയ്യണില്ലേ? എനിക്കൊരു അങ്ങനെ ഒരു ഫീല് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്കിൻ ടൈപ്പിനായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ കോഫി ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ഒരൊറ്റ ഇൻഗ്രീഡിയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന എന്താ പറയുക അലോവേര ജെല്ല് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. പിന്നെ തേൻ, പഞ്ചസാര, അതുപോലെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക തക്കാളി, അതൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവണതല്ല. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. കാരണം ഒരു വട്ടം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മാസത്തിൽ 2 വട്ടമൊക്കെ ചെയ്താൽ നല്ലൊരു ഫേസിനായാലും ആ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ഇടണം. അപ്പം നിങ്ങൾ നോക്കി നോക്കുക എൻ്റെ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിൽ. ആ സ്ക്രബും ഒരു എന്താ പറയുക ടോണറല്ല സോറി നമ്മുടെ എന്താ പറയുക ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കി നോക്ക്, നല്ല രീതിയിൽ എന്താ പറയുക ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇടണം. അപ്പോൾ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് സ്പൂണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ 3rd സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇത് ഭയങ്കര തിക്ക് പേസ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷാണ് കേട്ടോ. തിക്ക് കാരണം നമ്മുടെ ഹണിയും ഫേസ് എന്താ പറയുക കോഫി പൗഡറും പിന്നെ നമ്മൾ കുറച്ച് മുൾട്ടാനിമിറ്റി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു എന്താ പറയുക ഫേസ് പാക്കാണ്. പിന്നെ ഇത് ഡ്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹണി ആഡ് ചെയ്യണ ഏതൊരു ഫേസ് പാക്ക് ആയാലും അങ്ങനെ നമ്മൾ നോർമൽ ഫേസ് പാക്ക് യൂസ് ചെയ്യണ പോലെ അങ്ങനെ വലിഞ്ഞു മുറുകുക അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ആവുക അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതൊരു എപ്പോഴും എന്താ പറയുക എത്ര 10 മിനിറ്റ് വെച്ചാലും 20 മിനിറ്റ് വെച്ചാലും 30 മിനിറ്റ് വെച്ചാലും അത് ഒരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു ഒട്ടണ പോലെ നമ്മളിങ്ങനെ ഫേസ് ഇങ്ങനെ തൊട്ടെടുക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇങ്ങനെ മൊത്തമായിട്ട് ഡ്രൈ ആവില്ല. ചെറുതായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാലും അതിങ്ങനെ ഒരു പേസ്റ്റ് എന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെ പറയും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒട്ടണ പോലത്തെ രീതിയിൽ ഇരിക്കുള്ളൂ. അല്ലാണ്ട് ഉണങ്ങൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നമുക്ക് ഡ്രൈ ആയി ഇങ്ങനെ വരുമൊന്നുമില്ല ഹണി നമ്മളിത് യൂസ് ചെയ്യണോണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടണമെങ്കിൽ കൈ കൊണ്ട് ഇടാം, അതല്ല ബ്രഷും കൊണ്ട് യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷും കൊണ്ട് യൂസ് ചെയ്യാം. എനിക്കിവിടെ കംഫർട്ടായിട്ട് തോന്നുന്നത് സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്.
അപ്പം അങ്ങനെ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് 10 മിനിറ്റ് ആണ് കേട്ടോ. ഞാൻ കറക്റ്റ് ഇതേ ടൈമർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. 10 മിനിറ്റ് ആണ് ഞാൻ എൻ്റെ ഫേസിൽ വയ്ക്കണേ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്യാണ് ഇത്ര ചെയ്തേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫേസ് പാക്കിൻ്റെ എന്താ പറയുക ഇത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു ലെവലിലാണ് കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒട്ടണ പോലത്തെ ഒരു രീതിയിലാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് ആണ് കേട്ടോ കറക്റ്റ് എൻ്റെ ഫേസിൽ വെച്ച്. എന്നിട്ട് ഫേസിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് ജസ്റ്റ് ബാഗ് എടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്റെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നൊരു എഫക്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്റെ നോസിന്റെ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്റെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കോഫി ഫേഷ്യലാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വരുന്നവരെ ബൈ.